ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഒരു കന്യാകുമാരി വ്ളോഗ് നമ്മൾ വെച്ചിരുന്ന് ഇന്നാണ് എനിക്ക് സമയം കിട്ടി കേട്ടോ ഒന്ന് അപ്ലോഡ് ചെയ്യാനായിട്ട്. തിരക്കായിരുന്നു, എനിക്ക് ഒന്നിനും സമയം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ ഇപ്പോൾ അങ്ങനെ ഇടാന്ന് കരുതി. അപ്പോൾ ഇനി വരും വഴിയിലൊക്കെ നമ്മൾ വീഡിയോസൊക്കെ ഇടും. അപ്പം നമ്മൾ വീട്ടിൽ നിന്ന് ഇപ്പോൾ ഒരു 6 മണി കഴിഞ്ഞ് 7 മണിയൊക്കെ ആകുമ്പോഴാണ് നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഏകദേശം ഒരു 60-65 കിലോമീറ്റർ ഏകദേശം ഉണ്ടായിരുന്നു നമ്മുടെ വീട്ടിൽ നിന്ന് കേട്ടോ. ഒന്നും വീട്ടിൽ നിന്ന് കഴിക്കാത്തത് കൊണ്ട് തന്നെ നല്ല വിശപ്പുണ്ടായിരുന്നു. അപ്പോൾ ചെറുക്കനാണെങ്കിൽ വിശപ്പ് സഹിക്കില്ല. അപ്പോൾ അവനെന്തെങ്കിലും കൊടുക്കാമെന്ന് കരുതി ഇപ്പം നമ്മൾ ഹോട്ടലിൽ തപ്പിയിട്ടാ പെട്ടെന്ന് തന്നെ കഴിച്ചിട്ട് അങ്ങ് പോയി കഴിഞ്ഞ് പിന്നെ സമാധാനമായിട്ട് നമുക്ക് സ്വസ്ഥമായിട്ട് പിന്നെ ട്രാവൽ ചെയ്യാമല്ലോ എന്ന് കരുതി. അപ്പോൾ ഏകദേശം ഒരു തമിഴ്നാട് ഒരു ബോർഡർ എത്തിയപ്പോൾ തന്നെ നമുക്ക് കടയിൽ കയറി. ഏകദേശം കടകളെല്ലാം തുറന്നിരുന്ന സമയമായിരുന്നു, ഹോട്ടലൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ അവിടുന്നൊരു ഹോട്ടലിൽ തപ്പി നടക്കാനുണ്ടോ. അതൊരു ബസ് പോയിട്ടായിരുന്നു. അപ്പൊ ഹോൺ അടിച്ചപ്പോ അയാള് പേടിച്ചിട്ട് അപ്പൊ അത് കളിയൊക്കെ നമ്മളെ. അപ്പൊ അവിടെ സ്കൂൾ പിള്ളേരൊക്കെ വണ്ടി കയറാനും കുറെ തിരക്കായിട്ട് ഭയങ്കര ബിസിയാണ്. ആ സ്ഥലമൊക്കെ ഭയങ്കര തിരക്കായിരുന്നു അവിടെയൊക്കെ. കൊച്ചുവാണെങ്കിൽ ഏത് ബസ് പോയാലും അപ്പോൾ ചൂണ്ടിക്കാണിക്കും. എനിക്ക് ഇവനെ കൊണ്ട് ബൈക്കിൽ പോകും പ്രധാനമായിട്ട് പേടി. എന്തെങ്കിലും കാണുകയാണെങ്കിൽ ഉടനെ തന്നെ വെളിയിലോട്ട് കൈയിട്ട് കാണിക്കും. അതാണ് ഭയങ്കര പേടിയാണ് എനിക്ക് കേട്ടോ. എങ്ങാനും ബസ് വരുന്ന വഴിയില്ല, വണ്ടി വരുന്ന വഴിയില്ല കാണിക്കുകയാണെങ്കിൽ അന്ന് പിന്നെ നമ്മൾ ഹോട്ടലിൽ ഈ ഉടുപ്പിന്നാവും അവിടെയാണ് കേട്ടോ. അപ്പോഴാണ് ഈ ഒരു നഗ്ന സത്യം ഞാൻ മനസ്സിലാക്കുന്നത്. ഞാൻ ആക്ച്വലി ഒരു ബാഗ് പാക്ക് ചെയ്തിട്ട് ഞാൻ കൂടുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എനിക്ക് പിന്നെ വേറെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല. സംഭവം എന്താന്ന് പറഞ്ഞപ്പോൾ കാര്യം എന്താന്ന് വെച്ചാൽ ആ ബാഗിന് പകരം വേറെ ബാഗാണ് എടുത്തുകൊണ്ട് വന്നത്. അപ്പോൾ ഇവന് വെക്കാനുള്ള തുണികളും അവൻ്റെ വാട്ടർ ബോട്ടിലും സ്നാഗിയും ഒക്കെ ആ ബാഗിലായിരുന്നു. ഒന്നുമില്ല, ഫുൾ ബ്ലാങ്ക് ആയിപ്പോയി. പിന്നെ വീഡിയോ എടുക്കാനൊന്നും ഒരു ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഹസ്ബൻഡ് പറഞ്ഞ് അതൊന്നും സാരമില്ല, നമുക്ക് എന്തെങ്കിലും ഇപ്പോൾ ടവലും അവൻ്റെ സ്നാഗി മാത്രമേ അത്യാവശ്യമായിട്ടുള്ള ഉണ്ടായിരുന്നുള്ളൂ. ബാക്കിയൊക്കെ നമുക്ക് പോകുന്ന വഴിക്കൊക്കെ ചെയ്യാവുന്നതുണ്ടായിരുന്നുള്ളൂ, അഡ്ജസ്റ്റ് ചെയ്യാവുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പം അത് നമുക്ക് വെളിയിൽ നിന്ന് വാങ്ങിക്കാം, നമുക്ക് കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ട് അങ്ങനെ അങ്ങോട്ട് പോയൊരു ഇത് നമ്മൾ. എനിക്കാണെങ്കിൽ അത് മാറിപ്പോയതിൽ ഭയങ്കര വിഷമം. ഞാനെല്ലാം സെറ്റ് ചെയ്ത് താഴെ വെച്ചിരുന്നതാ. പക്ഷെ പകരം വേറെ ബാഗ് ആ സ്ഥലത്ത് ഉണ്ടായിരുന്നു. ഞാൻ ഓർമ്മിക്കാതെ ആ ബാഗ് എടുത്തും കൂടെ കൊടുന്നു. അങ്ങനെ ഒരു അബദ്ധം അപ്പോൾ പറ്റി. പിന്നെ കുഴപ്പമില്ല. പിന്നെ ട്രാവലൊക്കെ ചെയ്തുകൊണ്ട് പിന്നെ അത് പിന്നെ പയ്യെ മറന്നു. പിന്നെ അങ്ങനെ അധികം വെയിലോ ചൂടോ കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ഭയങ്കര സ്മൂത്തായിരുന്നു നമ്മുടെ ട്രാവൽ മൊത്തം. അധികം തണുപ്പുമില്ല, അധികം വെയിലില്ല, അങ്ങനെ ഒരു കാലാവസ്ഥയായിരുന്നു. നമ്മൾ നേരത്തെ വീട്ടിൽ നിന്ന് പോയത് കൊണ്ടായിരിക്കും കേട്ടോ. നമ്മൾ പോകുന്ന വഴിയിലും ഒരു ഒട്ടുമിക്ക എല്ലാ സ്ഥലത്തും കൺസ്ട്രക്ഷൻസ് ഒക്കെ നടക്കുന്നുണ്ടായിരുന്നു. നമ്മൾ പിന്നെ ഒരു ഊടുവഴി അത് ഇതൊക്കെ നോക്കിയിട്ടാണ് പിന്നെ വേഗം എത്താൻ വേണ്ടിയിട്ടുള്ള ഒരു തത്രപ്പാടായിരുന്നു. അപ്പോൾ വേഗം ട്രാവൽ ചെയ്ത് അവിടെ എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്കവിടെ ക്യൂ നിന്ന് ടിക്കറ്റ് എടുക്കണം. കുറേ പരിപാടികളുണ്ട്. ഈ ഭാഗമൊക്കെ കാണാൻ സത്യം പറഞ്ഞാൽ നല്ല രസമുണ്ട്. ഈ വീഡിയോയിൽ എത്രമാത്രം അതിൽ കവർ ചെയ്യാൻ പറ്റിയെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. നമ്മൾ നേരിട്ട് കാണുന്നതും വീഡിയോയിലൂടെ കാണുന്നതും തമ്മിൽ ഭയങ്കര വ്യത്യാസമുണ്ട്. അപ്പോൾ നേരിട്ട് കാണുന്നതിലൊരു ഭംഗി ഈ വീഡിയോയിലുണ്ടോ എന്നുള്ളത് എനിക്ക് അറിഞ്ഞുകൂടാ. പിന്നെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഒരു ബസ് നമ്മുടെ കൺമുന്നിൽ വരുന്നത് കേട്ടോ. അപ്പോൾ ആ ബസ്സാണെങ്കിൽ അതിന് മാത്രമേ റോട്ടിൽ പോകാൻ പാടുള്ളൂ. വേറെ ഒരു വണ്ടി അവരെ അടുത്തു കൂടെ പോകാൻ പാടില്ല എന്ന രീതിയിലാണ് ആൾ ഓടിക്കുന്നത്. റോഡിന്റെ നടുക്ക് കൂടെ ഓടിച്ച് നമുക്കൊരു സൈഡ് തരുമോ. നമ്മൾ സൈഡ് എടുത്തുനിന്ന് പോകാൻ നിൽക്കുമ്പോൾ അതിൻ്റെ ഇടയിൽ കൂടി കയറും. റോങ് സൈഡൊക്കെ കയറിയിട്ടാണ് പോകുന്നത്. നമ്മൾ ജസ്റ്റ് ഇടിച്ചില്ല രീതിയിലൊക്കെ എത്തുന്നുണ്ടായിരുന്നു. പിന്നെ നമ്മൾ വേഗം തന്നെ അതിനെ ഓവർടേക്ക് ചെയ്ത് പോകാനാണ് പിന്നെ നോക്കിയത് കേട്ടോ. അപ്പോൾ അവിടുത്തെ ട്രാവലിംഗ് ഒക്കെ ഇത്തിരി ബുദ്ധിമുട്ടായിരുന്നു, എന്നാലും കുഴപ്പമില്ല. പ്രത്യേകിച്ച് ഈ ബസ് ഭയങ്കരമായിട്ട് റോങ് ആയിട്ട് പോണ പോലെ നമുക്ക് തോന്നി.
ഇവിടുത്തെ എങ്ങോട്ടാണെന്നാണ് ചോദിക്കണത്. പണ്ട് എപ്പോഴോ വന്നതെന്നാണ് ഹസ്ബൻഡ് പറയുന്നത് കേട്ടോ. ആ ഒരു ദൂരത്തിലാണ് ഞാനും കൂടെ വന്നത്. പക്ഷെ ആ മൂപ്പരാൾക്ക് അറിഞ്ഞൂടാ. പിന്നെ ഈ ബോർഡൊക്കെ വെച്ചിരിക്കുന്നതുകൊണ്ട് ഒരു അഡ്ജസ്റ്റ്മെന്റിലാണ് നമ്മൾ പോയിക്കൊണ്ടിരുന്നത് കേട്ടോ. പണ്ട് ചെറുപ്പത്തിൽ എങ്ങാനും വന്നതാണെന്നാ പറഞ്ഞത്. ഫോട്ടോ എടുത്ത് കാണിച്ചപ്പോൾ കൊച്ചിയിലുള്ള 4-5 വയസ്സ് ഉണ്ടാകുമ്പോഴാണ് വന്നിട്ടുള്ളതെന്ന്. അപ്പൊ അതിനു മുമ്പ് ശേഷം വഴിയൊന്നും അറിഞ്ഞുകൂടാന്നൊക്കെയാണ് ഈ പറയുന്നത് കേട്ടോ. ഇതിന്റെ ഈ സ്ഥലത്ത് വെച്ചിട്ട് നമുക്ക് വഴി മാറി പോയിട്ടുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നേരെ പോകാനായിട്ട്. പക്ഷെ അത് കേട്ടിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. എന്നിട്ട് റൈറ്റ് സൈഡ് വഴിയാണ് പിന്നെ പോയത്. പിന്നെ അവിടെ നിന്ന് തിരിച്ച് വന്ന് ബ്ലോക്കിലൊക്കെ പെട്ട് പിന്നെ നേരെ പോയി. അങ്ങനെ കുറേ ഒന്ന് ചുറ്റേണ്ടി വന്നാലും കുഴപ്പമില്ല. മേലോടി കയറി കഴിഞ്ഞാൽ പിന്നെ കുഴപ്പമില്ല. പിന്നെ നമ്മൾ സ്നഗ്ഗി വാങ്ങിക്കാൻ വേണ്ടി കയറിയിട്ടോ. അവന് സ്നഗ്ഗി വേണം. അപ്പൊ അതൊക്കെ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് നമ്മളവിടെ കയറി. പിന്നെ നമ്മൾ നേരെ അവിടെ എത്തിയിട്ട് പാർക്കിങ് കാര്യങ്ങളൊക്കെ അവിടെ തന്നെ ഉണ്ട്. അതൊക്കെ ചെയ്ത് കഴിഞ്ഞ ശേഷം ഒരു ടെമ്പിൾ ഉണ്ട്. ടെമ്പിളിന്റെ ഉള്ളിൽ കൂടെ പോയി കഴിഞ്ഞാൽ നമ്മൾ ബോട്ടിങ് കാര്യങ്ങളൊക്കെ നടക്കുന്നത് കേട്ടോ. ആ ബോട്ടിൽ ടിക്കറ്റ് കാര്യങ്ങളൊക്കെ എടുത്തതിന് ശേഷമാണ് നമുക്ക് പിന്നെ സ്റ്റാച്ചുവിന്റെ അവിടേക്ക് പോകാൻ പറ്റുള്ളൂ. അപ്പോൾ ഗ്ലാസ് ബ്രിഡ്ജ് ആ കാര്യങ്ങൾക്കൊക്കെ എത്തുള്ളൂ കേട്ടോ. നമ്മൾ ടിക്കറ്റ് എടുക്കാനുള്ള ആ സ്ഥലത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിന് മുമ്പ് ഞാൻ തൊപ്പി വാങ്ങിച്ചിട്ടാ. എന്തായാലും അവിടെ നല്ല വെയിലാണെന്ന് അറിയാം. അതുകൊണ്ടാണ് ഞാൻ പ്രത്യേകിച്ച് വൈറ്റ് തന്നെ ഇട്ടത്. ഈ വൈറ്റ് ഇടുമ്പോൾ പെട്ടെന്ന് ചൂടെടുക്കൂല. തൊപ്പി ഇട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ ഷൂ ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് കാരണം എനിക്ക് കൂടുതലായിട്ട് ചൂടൊന്നും ഉണ്ടാവില്ല. അപ്പൊ ആ ഒരു മുൻകരുതലോട് കൂടിയാണ് ഞാൻ പോയത് കേട്ടോ. പിന്നെ ഇവിടെ ടിക്കറ്റിന്റെ റേറ്റ് എന്ന് പറയുന്നത് 300 ഉണ്ട്, 100 ഉണ്ട്. ഇപ്പൊ 300-ലാണെങ്കിൽ ക്യൂ അധികമില്ല. പക്ഷെ 100-ലാകുമ്പോൾ കുറെ ക്യൂ കാണും. പക്ഷെ ഇവിടെ എത്തിയപ്പോ അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ. 100 രൂപയ്ക്കാണെങ്കിലും നമ്മൾ കാണുമ്പോൾ തന്നെ അറിയാം അത്യാവശ്യം നല്ല തിരക്കുണ്ട്. പക്ഷെ 300-ന്റെ കടയൊന്നും തിരക്കില്ല. ഇത് ഓൺലൈനായിട്ടും ഈ ടിക്കറ്റുകൾ എടുക്കാനായിട്ട് സാധിക്കും. കുറച്ചു നേരം നിന്നപ്പോ തന്നെ നമുക്ക് ടിക്കറ്റിന്റെ ആ സ്ഥലത്തേക്ക് എത്തി തുടങ്ങി. ഇവിടെ മാത്രം നമ്മൾ ക്യൂ നിന്നാൽ പോരെ. ഇത് കഴിഞ്ഞും ശേഷം ക്യൂ നിൽക്കണം. ബോട്ടിൽ എത്തണ വരെ അവിടെയും ക്യൂ ഉണ്ട്. അപ്പൊ നമ്മൾ കുറേ നേരം ക്ഷമയോടെ വെയിറ്റ് ചെയ്താൽ മാത്രമാണ് നമുക്ക് പിന്നെ ടിക്കറ്റ് കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് അങ്ങ് എത്താൻ പറ്റുള്ളൂ കേട്ടോ. ടിക്കറ്റ് എല്ലാം എടുത്തിട്ട് നമ്മൾ ഇതുവഴി നടന്ന് പോകണം കേട്ടോ. ഇനി ഇവിടെ ഒരു ക്യൂ ഉണ്ട്. അപ്പൊ ഇതുവഴി ഇങ്ങനെ കറങ്ങിയിട്ടാണ് അങ്ങനെ ബോട്ടിന്റെ അവിടേക്ക് എത്തുക. ഈ സ്ഥലം എത്തിയപ്പോഴാണ് ഹസ്ബൻഡ് പറയുന്നത് എനിക്ക് ഈ സ്ഥലമൊക്കെ ഓർമ്മയുണ്ട്. പണ്ട് ഞാൻ ഇവിടെ വന്നതായിട്ട് വെയിറ്റ് ചെയ്തതൊക്കെ എനിക്ക് ഓർമ്മയുണ്ടെന്നൊക്കെയാണ് ഇവിടെ നിന്ന് പറയണത്. അപ്പൊ ഇവിടെ കുറച്ചു നേരം പോസ്റ്റ് ചെയ്യേണ്ടി വന്നു. എന്നിട്ട് നമ്മള് ബോട്ടും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റുന്നുണ്ട് കേട്ടോ. അപ്പൊ അവിടേക്ക് ഈ വലിയ ബോട്ടല്ല, അതിനപ്പുറത്തുള്ളൊരു ചെറിയ ബോട്ടുണ്ട്. അതിലാണ് നമ്മൾ ഫുൾ ട്രാവലിങ് അങ്ങോട്ടും ഇങ്ങോട്ടും ഇവര് ട്രിപ്പ് ചെയ്ത് പോണത്. അപ്പൊ അതിന്റെ ബാക്കിലുള്ള ആ ബോട്ടിലാണ് നമ്മൾ കാണുന്നത്. വലിയ ബോട്ടിലല്ല. എന്നിട്ട് അവിടെ നമ്മൾ കുറച്ചു നേരം വെയിറ്റ് ചെയ്യണം. ഒരു ബോട്ട് കഴിഞ്ഞ് ഫില്ല് ചെയ്ത് കഴിഞ്ഞ് പിന്നെ അടുത്തത്, അങ്ങനെയാണ് ചെയ്തത്. പണ്ടൊക്കെ ആണെങ്കിൽ ലൈഫ് ജാക്കറ്റ് വെച്ചിട്ടാണ് ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടുപോയിരുന്നത്. പക്ഷെ ഇപ്പോൾ ലൈഫ് ജാക്കറ്റും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. നമ്മൾ പോയപ്പോൾ ലൈഫ് ജാക്കറ്റൊന്നും നമുക്ക് കിട്ടിയില്ല. പിന്നെ നമ്മൾ ഇവിടെ കുറച്ചു നേരം വെയിറ്റ് ചെയ്യുക. അവർ പോയ ശേഷം നമുക്ക് പിന്നെ കയറാം. അങ്ങനെയാണ് പോയിക്കൊണ്ടിരുന്നത് കേട്ടോ. പിന്നെ അവിടെ നിന്ന് കുറെ കോപ്രായങ്ങളൊക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നു ഫോട്ടോ എടുക്കാനൊക്കെ നോക്കിയപ്പോ. ബോട്ടിൽ കയറിയപ്പോ തന്നെ ഭയങ്കര അടിയായിരുന്നു സീറ്റിന് വേണ്ടിയിട്ട്. നമുക്കാണെങ്കിൽ എല്ലാം കാണുന്ന രീതിയിൽ ഇരിക്കണം എന്ന രീതിയിൽ അങ്ങനെയാണ്. അപ്പൊ കിട്ടിയതിൽ വേഗം പോയി ചാടിക്കയറി ഇരുന്നത് കേട്ടോ ഈ സ്ഥലത്ത്. ഇവിടെ അത്യാവശ്യമൊക്കെ കാണാനൊക്കെ ഉണ്ടായിരുന്നു. ബോട്ടും കാര്യങ്ങളൊക്കെ വരുന്നതും ഒക്കെ നന്നായി കാണാൻ പറ്റും. അവിടെ ഇരുന്നപ്പോ കുട്ടൂസം ഭയങ്കര എക്സൈറ്റ്മെന്റിലാണ് നോക്കിക്കൊണ്ടിരുന്നത്. ആദ്യമായിട്ടല്ല ഇതൊക്കെ കാണുന്നത്. വായം പൊളിച്ചിട്ട് നോക്കി നിൽക്കണ സീനൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ പേടിയും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ആദ്യമായിട്ട് എന്താണെന്ന് അറിയാത്തതിന്റെ ഒരു ഇത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ കണ്ടില്ലേ ഇപ്പൊ ഇവിടെ ഒരു ബോട്ട് വെക്കുന്നുണ്ട്. അപ്പൊ അതിന് ഫില്ല് ചെയ്തോണ്ടിരിക്കണം. ഇപ്പൊ നമ്മളെ ഇറങ്ങി കഴിഞ്ഞിട്ടാണ് അവിടെ ക്യൂ കണ്ടില്ലേ. അപ്പൊ ആ ക്യൂവിലുള്ള ആൾക്കാർ മൊത്തം ഇനിയിപ്പോ ഇതിൽ കയറും. എന്നിട്ട് ഇവരെ ട്രിപ്പ് ചെയ്ത് അങ്ങ് കൊണ്ടുപോയി വെച്ച ശേഷം അവിടെ നിന്നുള്ളത് തിരിച്ച് ഇങ്ങോട്ട് വരും. അങ്ങനെയൊക്കെയാണ് ഇവര് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ ഒരു 3-4 ബോട്ട് എന്തായാലും ഉണ്ട് അവിടെ. ഇങ്ങനെ നമ്മളിവിടെ നിൽക്കുമ്പോൾ ഇങ്ങനെ വെള്ളം അടിക്കാനാണ് കേട്ടോ. അപ്പൊ അവരെന്ത് കുടിവെള്ളത്തിന് വേണ്ടിയിട്ടാണെന്നൊക്കെ പറയണ്ടായിരുന്നു. നമുക്കിത് എന്താ സംഭവം എന്ന് അറിഞ്ഞുകൂടാ. അപ്പൊ നമ്മളിങ്ങനെ ടിക്കറ്റ് എടുക്കണം. ടിക്കറ്റ് എടുത്തിട്ട് വേണമെങ്കിൽ അങ്ങോട്ട് കയറാം. അപ്പൊ ടിക്കറ്റ് എടുക്കാനായിട്ട് അത്യാവശ്യം ക്യൂ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എന്നിട്ട് വേഗം ടിക്കറ്റ് എടുത്തിട്ട് ഇങ്ങോട്ട് വന്നിട്ട്. പക്ഷെ ഇവിടെ നല്ല വെയിലുണ്ടായിരുന്നു കേട്ടോ. കാലൊക്കെ പൊള്ളുന്ന രീതിയിലായിരുന്നു വെയിൽ. പക്ഷെ ഇവിടെ ഒരു കാര്യമുണ്ട്. ഇവിടെ കാല് പൊള്ളാതിരിക്കാൻ വേണ്ടിയിട്ട് ഇവര് ഈ ടൈലിന്റെ അവിടെ ഒരു വെള്ള പെയിന്റ് അടിച്ച സ്ഥലം കാണാം. ഈ വെള്ള പെയിന്റിൽ അടിച്ച് കഴിഞ്ഞ സ്ഥലത്തോട് നടന്നു കഴിഞ്ഞാൽ നമുക്ക് ചൂട് അനുഭവപ്പെടില്ല.
അപ്പം അതുവഴിയാണ് നമുക്ക് നടക്കാനും മറ്റു കാര്യങ്ങളൊക്കെ നടക്കാൻ വേണ്ടി ആ സ്ഥലത്താണ്, ആ വഴി കൂടെയാണ് എല്ലാവരും നടക്കുക. അവിടെ ചൂടും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. അപ്പം നിങ്ങൾക്ക് താഴെ നോക്കുമ്പോൾ കാണാം, ഒരു വെള്ള വര പോലെ കാണാം. അപ്പം അതുവഴിയാണ് എല്ലാവരും നടക്കുക. സോക്സ് ഇട്ടുള്ളത് കൊണ്ട് തന്നെ എനിക്കധികം ചൂടും കാര്യങ്ങളും ഉണ്ടായിരുന്നില്ല. വെള്ളവരയിലല്ലാതെ നടന്നപ്പോഴും എനിക്ക് ചൂടും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ കൊച്ചുവിന് നമ്മൾ ചെരുപ്പ് ഉരുവെക്കേണ്ടി വന്നിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. നമ്മൾ ചെരുപ്പ് ഉരുവെക്കണം വെളിയിൽ, പക്ഷേ അവന് ഉരുവെക്കേണ്ടി വന്നില്ല. നമ്മൾ അവനെ കൊണ്ട് ഇടിപ്പിക്കുക തന്നെയാണ് ചെയ്തത് കേട്ടത്. നമ്മുടെ മാത്രം ഷൂവും ചെരുപ്പൊക്കെ അവിടെ ഊരിട്ടിട്ട് വന്നിട്ട് നല്ല വെയിലായിരുന്നു. കുടയൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു, പക്ഷെ കുറച്ച് കഴിഞ്ഞപ്പോൾ കുട എടുക്കാൻ സമ്മതിച്ചില്ല. അവനെ അത് വെച്ച് കളിക്കണം എന്ന് പറഞ്ഞിട്ട് പിന്നെ അത് എടുത്ത് ഊരി വെക്കേണ്ടി വന്നു. പിന്നെ ഗ്ലാസ് ബ്രിഡ്ജ് വന്ന് അത് കണ്ടുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഗ്ലാസ് ബ്രിഡ്ജിൽ അങ്ങോട്ട് ഓട്ടോ ഇങ്ങോട്ട് ഓട്ടോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയിട്ട് നടക്കുകയായിരുന്നു കേട്ടോ. ഗ്ലാസ് ബ്രിഡ്ജിൽ കയറാൻ നമ്മളെല്ലാം കൂടി ചിലവാക്കി അവിടെ ഇതുപോലെയല്ലല്ലോ, പ്ലെയിൻ അല്ലേ. അവിടെ ഗ്ലാസ് ബ്രിഡ്ജിന്റെ മുകളിൽ എന്തോ പണി ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഒരു ഭാഗത്തൂടെയാണ് നടന്നു പോകുന്നത്. അപ്പൊ അവിടെ ഗ്ലാസ് ബ്രിഡ്ജിൽ ചാടാനോ ഇരിക്കാനോ ഒന്നും പാടില്ല, നമ്മൾ ജസ്റ്റ് നടന്നു പോകാനേ പാടുള്ളൂ കേട്ടോ. പിന്നെ ഇതിൻ്റെ ഉള്ളിൽ കൂടെ നമ്മൾ മുകളിലോട്ടുള്ള വഴിയുണ്ട്. അപ്പൊ അതുവഴി നമ്മൾ നടന്നു പോവാണ് കേട്ടോ. അപ്പോൾ ഈ ഭാഗത്തൊക്കെ നല്ല വെയിലും നല്ല ചൂടാണ് കേട്ടോ. അപ്പൊ ഈ വെള്ളവരി കൂടെയാണ് ഇപ്പൊ എല്ലാവരും നടക്കുക. അവിടെ ചൂട് കുറവായിരിക്കും കേട്ടോ. ഈ സ്റ്റെപ്പ് കൂടെ ഒക്കെ നടക്കുമ്പോൾ ഭയങ്കര ചൂടാണ്. വേഗം എല്ലാവരും ഓടിയിട്ടാണ് വേഗം വേഗം കയറുന്നത് കേട്ടോ. ഈ ചെറുക്കനാണെങ്കിൽ ഒരു ഇറക്കം കണ്ടാൽ മതി, പിന്നെ അവിടെ ഓടിക്കളിയാണ്. അപ്പോൾ ഒരുവിധം നമ്മൾ വേഗം മുകളിൽ കയറി അവിടുത്തെ കാര്യങ്ങളൊക്കെ കാഴ്ചകളൊക്കെ താഴത്തുള്ളതൊക്കെ കാണുക കേട്ടോ. അപ്പൊ അത്യാവശ്യം നല്ല കാറ്റും വിളിച്ച് ഇതൊക്കെ ഉണ്ടായിരുന്നു. അവിടെ നിന്ന് പിന്നെ ഫോട്ടോ എടുക്കൽ നിർബന്ധമാണല്ലോ. അപ്പൊ അതിനെ കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്ത് ഫോട്ടോസും കാര്യങ്ങളെല്ലാം എടുത്ത് പിന്നെ നമ്മൾ പയ്യെ ഇറങ്ങിയിട്ടോ. നമ്മളിപ്പോൾ രാവിലെ ഇറങ്ങിയത് ഫുഡും കഴിച്ച് ഇറങ്ങിയതായാണ്. ഭയങ്കര ക്ഷീണമായിരുന്നു. പിന്നെ ചൂടും വിയർപ്പും വെള്ളദാഹവും അങ്ങനെയായിട്ട് കുറേ ക്ഷീണിച്ചു പോയി. പിന്നെ നമ്മൾ ഫുഡ് കൊടുക്കണം, അവന് ഫുഡ് കൊടുക്കണം. അപ്പം അതിന് വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് നേരം വെയിറ്റ് ചെയ്ത് അവൻ ഫുഡൊക്കെ കൊടുത്ത് ഒരു വടയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ കൊടുത്തു. അങ്ങനെ പയ്യെ ഇറങ്ങി. ഇവിടെ തന്നെ ശ്രീനാരായണ ഗുരുവിൻ്റെ ഒരു ക്ഷേത്രം പോലെ ഉണ്ട്. അവിടെ നമുക്ക് വേണമെങ്കിൽ കയറി കാണാവുന്നതാണ് കേട്ടോ. പിന്നെ ഈ ഓടുന്നത് അവനപ്പുറത്തേക്ക് ഒരു സ്റ്റെപ്പ് ഉണ്ട്, സ്റ്റെപ്പ് വഴി ഓടുന്നതാണെന്ന് നമ്മൾ വിചാരിച്ചിട്ടോ. പക്ഷെ അവിടെ നിന്നു. അങ്ങനെ അവനെ പിടിക്കാൻ വേണ്ടി ഓടിയതാണ് നേരത്തെ. അപ്പൊ അവിടുത്തെ കാറ്റൊക്കെ നല്ല രീതിയിൽ കാറ്റുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ കുറച്ചു നേരം വെയിറ്റ് ചെയ്യേണ്ടി വന്നു കേട്ടോ. പിന്നെ എപ്പോഴാ ഇറങ്ങണ്ടേ എന്നുള്ള കുറച്ചു നേരം ടൈം സ്പെൻഡ് ചെയ്തിട്ട് ഇറങ്ങാമെന്നാണ് കരുതിയത്. ഫോട്ടോയും വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്തു. പിന്നെ ഇതിനുള്ളിലായിട്ട് നമ്മൾ കുറച്ചു നേരം ഇരുന്നത്. അവിടെ ഭയങ്കര തണുപ്പും ഒരു പ്രത്യേക ഒരു ഫീലിംഗ് ആയിരുന്നു കേട്ടോ. നമ്മൾ വിശ്രമിക്കാൻ ഒരു ഭയങ്കര റിലീഫ് കിട്ടിയൊരു ഫീലാണ് കേട്ടോ. അവിടെ ഇരുന്നപ്പോൾ ഭയങ്കര തണുപ്പായിരുന്നു അവിടെ അതിൻ്റെ ഉള്ളിൽ. ഇവിടെ വെളിയിലാണെങ്കിൽ നല്ല ചൂടും. അപ്പം നമ്മൾ വേഗം ബോട്ടിൽ കയറി ഈ ഇരിക്കണതിൻ്റെ ബാക്കിലായിട്ട് ഇഷ്ടം പോലെ സ്ഥലം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അയാനിനെ കൊണ്ട് കയറിയോണ്ടാന്നറിയില്ല, നമ്മളെ വേഗം ഇങ്ങോട്ട് കയറ്റി ഇരുത്തിയിട്ടാ. അപ്പം അവിടെ നമുക്ക് വിശാലമായിട്ട് ഇരിക്കാനുള്ള സ്ഥലം ഉണ്ടായിരുന്നു. അപ്പം അവിടെ കയറി ഇരുന്നിട്ടാ. പിന്നെ ബോട്ട് പിന്നെ പോയിക്കൊണ്ടിരുന്നു. പിന്നെ ചെറുക്കനാണെങ്കിൽ അവന് ആകെ അന്തപ്പെട്ടിട്ടാണ് നോക്കണത്. ആദ്യമായിട്ടാണല്ലോ ഇതൊക്കെ കാണുന്നത്. അപ്പൊ അതിന്റെ എക്സൈറ്റ്മെന്റ് ഉണ്ട്. പിന്നെ ഞാനാണെങ്കിൽ തൊപ്പി അങ്ങോട്ടും ഇങ്ങോട്ടും വെച്ചിട്ടുള്ള ഓരോ കോപ്രായങ്ങളും കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ നല്ല വിഷമത്തിട്ടാണ് ഇരുന്നത്. നമ്മള് പിന്നെ വരണ വഴിയിൽ ഏതെങ്കിലും ഒരു ഹോട്ടലിൽ കിട്ടിയിരുന്നെങ്കിൽ ഫുഡ് കഴിക്കാവുന്ന രീതിയിലൊക്കെ കയറി ചെയ്തിട്ട്. അപ്പൊ അങ്ങനെ ഒരു ഹോട്ടലിൽ കയറി നമ്മൾ പിന്നെ ഒരു ചിക്കൻ ബിരിയാണി ഓർഡർ ചെയ്തു. അതിലൊരു മുട്ടയും എനിക്കാണെങ്കിൽ ലെഗ് പീസാണ് കിട്ടിയത്. ഒട്ടും പീസും കാര്യങ്ങളും ഒന്നും ഉണ്ടായിരുന്നില്ല. ഹസ്ബൻഡ് നല്ല രീതിയിൽ കിട്ടിയിട്ടാ. അപ്പൊ അങ്ങനെയാണ് ഫുഡ് അടി അങ്ങനെ തീർന്നു. വിശന്ന് പണ്ടാരടങ്ങിയ സമയമല്ലേ, എന്ത് കിട്ടിയാലും കഴിക്കും. അങ്ങനെ അതും കഴിച്ച് അങ്ങനെ തൃപ്തി അടങ്ങി. അപ്പോൾ ഇന്നത്തെ വ്ലോഗ് ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ. അപ്പൊ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.